അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുൽ വിശ്വസിക്കുകയും അവനിൽ ആരാധന അർപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാം അള്ളാഹുവിനെ ഇബാദത്ത് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും എന്നെ സൃഷ്ടാവായ അള്ളാഹു കാണുന്നുണ്ട് എന്ന രീതിയിൽ ഇബാദത്തെടുത്ത് നോക്കൂ, നമുക്ക് തീർച്ചയായും ഒരു ആവേശവും ഉന്മേഷവും ഉണ്ടാകും. തീർച്ചയായും ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹബീബായി മുത്തുനബി തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിനേറ്റവും വലിയ ഒരു പോയിൻ്റ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ മൂന്നാമത്തെ അമരക്കാരനായ സയ്യിദന ഉസ്മാൻ, ആ മഹാനവറുകൾ പറഞ്ഞ വലിയൊരു പോയിൻ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല. എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? ആർക്കെങ്കിലും ദുനിയാവിൽ തെറ്റ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ദൈവസാന്നിധ്യമില്ലാത്തൊരിടം അവൻ കണ്ടെത്തിക്കൊള്ളട്ടെ എന്ന് മഹാനായ ഉസ്മാൻ തങ്ങൾ പറയുന്നു. വലിയൊരു പോയിൻ്റാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റുകയില്ല. കാരണം അവിടെ റബ്ബ് ഇന്നക ലബിൽ മിർസാദ്, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്, നിരീക്ഷകനാണ് എന്ന പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ നോക്ക്, ഉസ്മാൻ തങ്ങൾ പറയുന്നത്, ആർക്കെങ്കിലും തെറ്റ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ദൈവസാന്നിധ്യമില്ലാത്തൊരിടം അവൻ കണ്ടെത്തിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ, അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിൻ്റെ ദുനിയാവിൽ ഏതൊരു സ്ഥലമാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നോട്ടവും ഇല്ലാത്തത്? ഇന്നക ലബിൽ മിർസാദ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് വെളിച്ചം വീശുന്നത് അവിടേക്കല്ലേ. അപ്പോൾ മഹാനായ സയ്യിദന ഉസ്മാൻ തങ്ങൾ പറഞ്ഞ വലിയ പോയിൻ്റ് ചിന്തിക്കുമ്പോൾ, തെറ്റ് ചെയ്യുന്ന സമയം എൻ്റെ റബ്ബ് അത് കാണുന്നുണ്ട് എന്നുള്ളത് തീർത്താണല്ലോ. അങ്ങനെ തെറ്റ് ചെയ്ത് ജീവിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ അവൻ ദൈവസാന്നിധ്യമില്ലാത്ത സൃഷ്ടാവിൻ്റെ നോട്ടമില്ലാത്തൊരു സ്ഥലം അവൻ കണ്ടെത്തിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ, ഒരിക്കലും അങ്ങനത്തെ ഒരു സ്ഥലം അവനക്ക് കണ്ടെത്താൻ കഴിയില്ല. സൃഷ്ടിച്ച യജമാനനായ അള്ളാഹുവിന് പിന്നെ പരിചയമില്ലാത്തൊരു സ്ഥലം ഉണ്ടാവും? അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. പടച്ച തമ്പുരാൻ നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും വലിയ പാഠമാണ് ഉസ്മാൻ തങ്ങൾ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് തിന്മയോട് പോരാടാൻ കഴിയും, നന്മ വാരിക്കൂട്ടാൻ കഴിയും. ഇതൊക്കെ ആ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കാനും തെറ്റുകളിൽ നിന്ന് അകന്ന് നന്മ സുഹൃതങ്ങൾ വാരിക്കൂട്ടാനും സർവശക്തൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.